അവൾ ഈ പറയുന്ന ന്യായങ്ങളൊന്നും നടക്കില്ല മോനെ, നടക്കരുത്. അമ്മ പറയുന്നത് പോലെ നിസ്സാരമല്ല കാര്യങ്ങള്. ഞാൻ പല രീതിയിൽ അമൃതയോട് സംസാരിച്ചു നോക്കി. പഞ്ചരത്നം വിട്ടുള്ളൊരു ജീവിതം അവൾക്കില്ല. അനിയത്തിമാരെ പിരിഞ്ഞ് എങ്ങോട്ടും വരില്ല അവള്. അവരെ ഉപേക്ഷിക്കില്ല. അമൃത അനിയത്തിമാരെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അനിയത്തിമാർ അമൃതയെ ഉപേക്ഷിക്കണം. അതെങ്ങനെ സാധിക്കും? നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കുന്ന പെൺകുട്ടികളല്ല അവര്. അമൃതയുടെ നിഴലുകളാ. അവൾ അറിയാതെ ഒന്ന് ചലിക്കില്ല അനിയത്തിമാര്. എടാ, അതൊക്കെ നിന്റെ തോന്നല. ഇതിനേക്കാളും വലിയ രക്തബന്ധങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ഡാ, എങ്കിലേ കാര്യം നടക്കൂ. എന്ത് ചെയ്യണമെന്ന് അമ്മ ഈ പറയുന്നത്? നീ അമൃതയെ എപ്പോഴും ഗൾഫിലെ സുഖസൗകര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പഞ്ചരത്നത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു ചാടാൻ അവളുടെ മനസ്സ് വെമ്പണം. നമുക്ക് ആ പഞ്ചരത്നം ഒഴിപ്പിച്ചെടുക്കണം മോനെ. അമൃതയേക്കാൾ എനിക്ക് ആ സ്ഥലമാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ ഞാൻ വിചാരിക്കുന്നത് പോലെ ഒരു ഷോപ്പിംഗ് മാളോ ഫ്ലാറ്റോ വന്നാലുണ്ടല്ലോ, കോടികളുടെ കച്ചവടം നടത്തും ഞാൻ. ഇതൊക്കെ നടക്കും. നമ്മുടെ പ്ലാനിംഗ് ഒന്നും നിന്റെ അച്ഛൻ അറിയാതിരുന്നാ മതി. മാത്രമല്ല, ഒരാളെ കൂടി കൂട്ടുപിടിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ആരെ? കലാവതിയെ. പഞ്ചരത്നത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലതും ചെയ്യാൻ കഴിവുണ്ടവർക്ക്. വിശ്വസിക്കാവോ അവരെ? ആര് വിശ്വസിക്കുന്നു? തൽക്കാലം അമൃതയോടും അനിയത്തിമാരോടുള്ള കലാവതിയുടെ ശത്രുത നമ്മൾ മുതലെടുക്കുന്നു, അത്രയുള്ളൂ. ഞാനൊന്നു പോയി കാണട്ടെ കലാവതിയെ, എന്നിട്ട് തീരുമാനിക്കാം. എല്ലാരും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ചെക്കൻ, പേര് അഭിമന്യു. ഇത് അഭിമന്യുവിന്റെ അമ്മ ഭാരതി, അത് അനിയത്തി അശ്വതി. ഇത് അറിയാലോ, ദിവ്യപ്രഭയുടെ അമ്മ യാമിനി മേഡം. മോള് റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വരും. രണ്ടുപേരും എന്റെ സെർവൻസാ. മോൾക്ക് ചായയും പലഹാരവും ഒന്നും എടുത്തോണ്ട് വരുന്നതിൽ വലിയ താല്പര്യമില്ല. അമ്മയേക്കാൾ വലിയ പരിഷ്കാരിയാ മോള്, മിടിക്കുക. ആ, ദിവ്യപ്രഭ മോൾ എത്തിയല്ലോ. മോളെ അങ്ങോട്ടിരിക്കേ.